പല പല പ്രൊഡക്ട്സ് മാറി മാറി ട്രൈ ചെയ്തിട്ടും നിങ്ങളുടെ ഹെയറിന് ഒരു ഗ്രോത്തും ഉണ്ടാവുന്നില്ലെങ്കിൽ ഹെയർ സിറംസ് അങ്ങനെ ഒന്നും തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് പ്രൊഡക്ട്സ് അങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ചോദിക്കാറുണ്ട്, ഹെയർ ഗ്രോത്ത് ഒട്ടും തന്നെ ഉണ്ടാവുന്നില്ല, ഹെയർ വളരുന്നില്ല, തിക്നെസ് ഇല്ല, ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൽ പാക്കില്ല, ഹെയർ സിറംസ് അങ്ങനെ ഒന്നും തന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് പോകാൻ പോകുന്നില്ല കേട്ടോ. സത്യം ബാക്കി കുറച്ച് മെത്തേഡ്സ് ആണ്. അപ്പോൾ എന്താണ് ആ ബാക്കി കുറച്ച് മെത്തേഡ്സ്? വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ ബേസിക്സ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മളത് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയറിലാണെങ്കിലും കുട്ടി കാര്യങ്ങൾ ചേഞ്ച് ചെയ്താൽ മാത്രം മതി. ആ ചേഞ്ച് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നോളൂ കേട്ടോ. അപ്പോൾ പോയിന്റ് നമ്പർ 1 ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം അതിന് കുറച്ച് സമയം കൊടുത്തേക്കുക. അതിൻ്റെ റിസൾട്ട് കാണിക്കാനുള്ള ടൈമിങ്ങിലും കൊടുക്കണം. ഇപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു വീക്കിൽ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല, ഓക്കെ നെക്സ്റ്റ് വീക്ക് വേറെ ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കും, നമ്മുടെ മുടി കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും, നമുക്ക് സ്പ്ലിറ്റൻസ് വരും, അതുപോലെ ഡാൻഡ്രഫ് വരും, ഹെയർ ഭയങ്കരമായിട്ട് തിന്നാവാൻ തുടങ്ങും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ അതിനൊരു ടൈം കൊടുക്കാതെ മാറ്റി ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില പ്രൊഡക്ട്സ് ചേരില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്റ്റ് വരും അല്ലേ. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് മഞ്ഞപ്പൊടി ചേരില്ല. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫേസ് പാക്കിൽ മഞ്ഞപ്പൊടി ആഡ് ചെയ്യേണ്ട ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യും. എല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് സ്കിപ്പ് ചെയ്യും. കാരണം എൻ്റെ ഫേസിന് ഇറിറ്റേഷൻ ഒന്ന് അറിഞ്ഞുകൊണ്ട് ഞാനത് യൂസ് ചെയ്യില്ലല്ലോ. അതേപോലെ നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രോഡക്ട്സും ചേരണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്താണോ കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുന്നത് അത് കണ്ടുപിടിച്ച് അത് മാത്രം യൂസ് ചെയ്യാം. ഇപ്പോൾ ആഴ്ചയിൽ വേറെ ഹെയർ പാക്ക് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ഹെയർ പാക്ക് മന്ത്ലി ഇപ്പോൾ ഒരു 4 തവണ നിങ്ങൾക്ക് ഒരു വീക്ക്ലി വൺസ് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മന്ത്ലി 4 തവണ നിങ്ങൾ അതേ പാക്ക് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെ ഹെയറിന് വർക്കൗട്ട് എന്ന പാക്ക് ഈ മുരിങ്ങൻ്റെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഈ ഫെനോഗ്രീക്കിൻ്റെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉലുവയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് തരാറുണ്ട്. ആൻഡ് ഇപ്പോൾ മുരിങ്ങ പാക്ക് എല്ലാവർക്കും വർക്കൗട്ട് ആവുന്നില്ല. ചിലരത് യൂസ് ചെയ്യുമ്പോൾ ഡാൻഡ്രഫ് വന്നേക്കാം, ചിലർക്ക് മുടി കൊഴിഞ്ഞേക്കാം. അപ്പോൾ നമുക്കൊക്കെ എന്താണോ കറക്റ്റായിട്ട് വർക്കാവുന്നത് അത് കണ്ടുപിടിച്ച് അത് ട്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ ഈ ഹെയർ ഓയിലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസമെങ്കിലും നമ്മൾ അതിനൊരു ടൈം കൊടുക്കണം. ആ 3 മാസം കൊണ്ട് നമുക്ക് മുടി വളരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് മാറ്റി യൂസ് ചെയ്യാം. പക്ഷെ ഒരു 3 മാസമെങ്കിലും കൊടുക്കാതെ പെട്ടെന്ന് ഹെയർ ഓയിൽ ചേഞ്ച് ചെയ്യാതിരിക്കുക. ഒന്നിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. ഒരു റിസൾട്ട് അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിനെന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അത് നല്ല റിസൾട്ട്, അത്യാവശ്യം കുറച്ചൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെയാണ് ഹെയർ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പുതിയ ഓയിൽ വാങ്ങുകയാണ്. അപ്പോൾ നമ്മളൊരു ആക്രാന്തം കൊണ്ട് നിറയെ മുടി വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങോട്ട് എടുത്ത് തലയിൽ തേക്കരുത്. അതിന് പകരം കുറച്ചായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുക. നമ്മൾ സെറം ഒക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളൊരു ഡ്രോപ്പ് ആഡ് ചെയ്യും, പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ 2-3 ഡ്രോപ്സ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് കൂടി വരിക. അതേപോലെ തന്നെയാണ് ഹെയർ ഓയിലിൻ്റെ കാര്യം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആദ്യം 1 സ്പൂൺ യൂസ് ചെയ്യാം, അതിനുശേഷം കുറച്ച് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടി യൂസ് ചെയ്യാം. അങ്ങനെ ഗ്രാജുവലി നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേ രീതിയിലോട്ട് നമുക്ക് ഇത് യൂസ് ചെയ്ത് വരാവുന്നതാണ്. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുക. ടിപ്പ് നമ്പർ 2, ഹെയർ സിറം കേട്ടോ. അതായത് നമ്മൾ ഡെയിലി നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് ഡെയിലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത്. നമുക്ക് ഹെയർ ഓയിലൊന്നും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹെയർ സിറം പോലെയുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഡെയിലി നമ്മുടെ ഹെയറിൽ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഡ്രോപ്സ് കിട്ടും, ഹെയർ സിറംസ് കിട്ടും, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റെഡൻസിൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തരും. കാരണം നമുക്ക് ഹെയർ തിന്നിങ് ഒക്കെയാണ് നിങ്ങളുടെ പ്രശ്നം, മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഒട്ടും തിക്കില്ല എന്നൊക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സിറം ഉണ്ട്. ഓൾറെഡി ഞാനൊരു ഷോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. റിഡൻസലിൻ്റെ പിൽഗ്രിമിൻ്റെ റിഡൻസൽ ഹെയർ സിറം ആണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പറയാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഒരു ലോങ് വീഡിയോ തന്നെ ഞാനതിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം ഏത് പ്രൊഡക്റ്റാണെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അതും നിർബന്ധങ്ങളൊന്നുമില്ല. റിഡൻസിൽ അടങ്ങിയിട്ടുള്ള ഏത് പ്രൊഡക്റ്റും ഹെയർ സിറംസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി നല്ല ഹെയർ സിറംസ്, നല്ല ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഹെയർ സിറംസ് വാങ്ങി യൂസ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ള കുറച്ചും കൂടി നല്ല ഹെയർ സിറംസ് ട്രൈ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ടിപ്പ് നമ്പർ 3, ഈ ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയും. അത് എനിക്ക് തോന്നുന്നു 2 കൊല്ലം മുന്നേക്ക് എല്ലാ യൂട്യൂബേഴ്സും
ഇങ്ങനെ ഈ ഹെയർ ഗ്രോത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളെ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു പ്രൊഡക്റ്റും ഇപ്പം നിങ്ങൾ ഏത് പ്രൊഡക്റ്റും യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഹെയർ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ 1-2 ഡ്രോപ്സ് ഇട്ടിട്ട് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇൻവേർഷൻ മെത്തേഡിൽ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ സെറം യൂസ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ നല്ല രീതിയിൽ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ്. അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ആയിക്കോളും. ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് കേട്ടോ, ഇതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയും, നിങ്ങൾക്ക് ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇൻവേർഷൻ മെത്തേഡാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു 7 ഡേയ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല വിസിബിൾ റിസൾട്ട് കിട്ടിയിരിക്കും. ടിപ്പ് നമ്പർ 4, ഓൾവേസ് യൂസ് എ കണ്ടീഷണർ. അതായത് നിങ്ങൾ ഷാമ്പൂ ചെയ്തതിന് ശേഷം ഒരിക്കലും കണ്ടീഷണർ സ്കിപ്പ് ചെയ്യരുത്. എപ്പോഴൊക്കെ നിങ്ങൾ ഷാമ്പൂ ചെയ്യുന്നുണ്ടോ അതിനുശേഷം കണ്ടീഷണർ യൂസ് ചെയ്യുക, എന്നിട്ട് മാത്രം പുറത്ത് പോവുക. ഇപ്പോൾ ഇത് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, എന്തായാലും ഓർഡർ ചെയ്തിരിക്കുക. കണ്ടീഷണർ അത്രയും മസ്റ്റാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കെമിക്കലി ഏതെങ്കിലും ഒരു ഷാമ്പൂ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിനെ അത്രയും അത് ഡ്രൈ ഒക്കെ ആക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നല്ലോണം ഹെയറിൽ സ്പ്ലിറ്റൻസ് ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഹെയർ കട്ടല്ലാതെ വേറെ ഒരു നിവർത്തി ഇല്ല എന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷണർ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കൂ. നിങ്ങൾ എപ്പോഴൊക്കെ ഷാമ്പൂ യൂസ് ചെയ്യണോ അപ്പോഴൊക്കെ കണ്ടീഷണർ യൂസ് ചെയ്തേക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ സ്പ്ലിറ്റൻസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാക്സിമം കുറഞ്ഞു കിട്ടും. ഓക്കെ, അതിനാണ് നമ്മൾ ഈ കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എനിക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കെമിക്കലി യൂസ് ചെയ്യാതിരിക്കുക ഷാമ്പൂസ് ഒന്നും. കെമിക്കൽ ഷാമ്പൂസിനെ സ്കിപ്പ് ചെയ്തിട്ട് ഈ സോപ്പ് നട്ടിൻ്റെ പൊടിയൊക്കെ കിട്ടും, ഈ സോപ്പ് കായ എന്നൊക്കെ പറയില്ലേ, റീത്ത, ശിക്കക്കായ്, അങ്ങനെയുള്ള പൊടികൾ നമുക്ക് ആയുർവേദ കടകളിൽ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള റീത്ത, ആംല, ശിക്കക്കായ് ഈ 3 പൊടിയും നമ്മൾ വാങ്ങിക്കുക. എന്നിട്ട് 3 കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിൽ അടച്ചു വെച്ചാൽ മതി. നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഷാമ്പു യൂസ് ചെയ്യുന്നത് ആ സമയത്ത് ഒരുപാട് ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഷാമ്പു ചെയ്തേ പറ്റുള്ളൂ അല്ലേ, ആ സമയത്ത് നമ്മൾ 2 സ്പൂൺ എടുത്ത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ലിങ്ക് എല്ലാത്തിൻ്റെയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ ആൽസ് ഗുഡ്നസിൻ്റെ തന്നെ ആംല, റീത്ത, ശിക്കക്കായിൻ്റെ ഒരു 3 കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പെട്ടി നമുക്ക് വാങ്ങാൻ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആയുർവേദ കടയിൽ പോയിട്ട് ഇത് പറഞ്ഞാൽ മതി, 3 പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഷാമ്പൂസ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. കെമിക്കൽ ഷാമ്പൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കെമിക്കൽ ഷാമ്പൂസ് യൂസ് ചെയ്തേ പറ്റുമെന്നാണെന്നുണ്ടെങ്കിൽ കണ്ടീഷണർ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഈ ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഷാമ്പു എപ്പോഴും നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പ് വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഷാമ്പു ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ കോൺസെൻട്രേറ്റഡ് രീതിയിലുള്ള ഷാമ്പൂസ് ഡയറക്റ്റ് ആയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഉറപ്പായിട്ടും കൊഴിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, ടിപ്പ് നമ്പർ 5, ഹെയറിൽ ഹെന്ന യൂസ് ചെയ്യാം. ഇതിപ്പോൾ കേൾക്കുന്ന സമയത്ത് അയ്യോ ഹെയർ കളർ ആവുമല്ലോ, അല്ലെങ്കിൽ മൈലാഞ്ചിൻ്റെ ആ ഒരു കളർ ഹെയറിൽ വരില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചെയ്യാൻ, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കേട്ടോ. ഒരു 3 മാസത്തിലൊരിക്കൽ, ഒട്ടും പറ്റിയില്ലെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഹെന്ന യൂസ് ചെയ്യുക. ഹെന്ന കളർ ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൽ കളർ വരാതെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ഹെന്ന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. അതായത് നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഹെയർ തിക്കാവാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെന്ന യൂസ് ചെയ്യാൻ പറ്റും. കളറിന് മാത്രമല്ല, നരച്ച മുടി മാറാൻ മാത്രമല്ല മൈലാഞ്ചി തേക്കുന്നത്. മൈലാഞ്ചി തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് തിക്കായിട്ട് ഇരിക്കാനായിട്ടും പെട്ടെന്ന് പൊട്ടി പോകുന്ന പ്രശ്നമുണ്ട് നിങ്ങളുടെ ഹെയറിനെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ചിലവരുടെ ഹെയർ ഭയങ്കര ബ്രിട്ടിലായിരിക്കും എന്നെ പോലെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേ വേറെ വഴിയുള്ളൂ. കാരണം നമുക്ക് മുടി വളരുന്നതേ എന്തോ പറഞ്ഞ പോലെയാണ്, അതിൻ്റെ ഇടയിൽ കൂടി ഇത് പൊട്ടി പോവുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് തിക്കാവുന്ന മുടി പെട്ടെന്ന് തിന്നായിട്ട് പോകുന്നുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതുകൊണ്ടാണ്. മുടി ഭയങ്കരമായിട്ട് ബ്രിട്ടിലാവുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, മുടിക്ക് ഭയങ്കര സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഉള്ളിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കണം, ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കണം. പുറമേ ഒരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ ഹെന്ന യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആണ്. അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിലെങ്കിലും അതിൻ്റെ ഇടയിലെങ്കിലും ഹെന്ന യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കളർ ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ കളർ ഹെയറിൽ വരാതെ തന്നെ നമുക്ക് ഹെന്ന എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അല്ല എൻ്റെ വീഡിയോ വേണ്ട വേറെ ആരെങ്കിലും മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ വീഡിയോ കിട്ടിക്കോളും. എങ്ങനെയാണെങ്കിലും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നോർമലി ഇങ്ങനെ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുന്ന സമയത്ത് ബോണസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ലാസ്റ്റ് അവസാനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഇന്നത്തെ ബോണസ് പോയിന്റ് ഇതാണ്. നമ്മൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവും, ഹെയർ ഗ്രോത്ത് നല്ല പോലെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ
അങ്ങനെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ സ്കാൽപ്പ് മസാജ് ചെയ്യാൻ പറ്റില്ല. ഓരോ പ്രഷർ പോയിന്റ്സ് ഉണ്ട്, ആ പ്രഷർ പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നാലേ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് തോന്നിയ പോലെ മസാജ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് ഇല്ല എന്ന് പറയുന്നത് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യേണ്ട രീതി എന്താണെന്നുള്ളത് ഞാനൊരു താഴെ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തേക്കാം. അത് എൻ്റെ ചാനലിലെ ലിങ്ക് അല്ല, വേറൊരു ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ ഫോളോ ചെയ്ത് നോക്കൂ, കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഇൻഫോർമേറ്റീവ് ആയി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.